ഗസയിലെ ഇസ്രായേൽ വംശഹത്യയുടെ നേർക്കാഴ്ചയുമായി കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം. എമർജൻസി മെഡിക്കൽ ടീം ഡയറക്ടർ ഡോക്ടർ സന്തോഷ് കുമാർ ഗസയിൽ സേവനം ചെയ്യുന്നതിനിടെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതിയാണ് സംഘാടകർ. ഇങ്ങനെ ഒരു മുന്നറിയിപ്പോടെയാണ് ഡോക്ടർ സന്തോഷ് കുമാർ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം തുടങ്ങുന്നത്. മനസ്സ് മരവിപ്പിക്കുന്ന ഗസയിലെ യാഥാർത്ഥ്യങ്ങളാണ് ഓരോ ചിത്രവും. അനാഥരാക്കപ്പെട്ട കുട്ടികൾ, ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരങ്ങൾ, മനുഷ്യവിസർജ്യം ഒഴുകിപ്പരന്ന തകർന്നടിഞ്ഞ ഗസ, അവസാനത്തെ ആകാശമെന്ന് പേരിട്ട ചിത്രപ്രദർശനത്തിലെ ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ. ഗാസയിലെ അവരുടെ ജീവിതവും ദുരിതവും കാണുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഇവിടെ. അപ്പോൾ ഇതന്നെ ഇത്രമാത്രം നമ്മളെ ആകുന്നുണ്ട്. അപ്പോൾ അതിലും ഭീകരമായിരിക്കുമല്ലോ നേരിട്ട് അവിടെ ആ പ്രദേശം കാണുമ്പോൾ. ഗസയിലെ വംശഹത്യയുടെ വ്യാപ്തി പരമാവധി മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് ചിത്രപ്രദർശനത്തിന്റെ ലക്ഷ്യം. എല്ലാ സമൂഹത്തിനും ഒരു യുദ്ധം എപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും യുദ്ധമൊന്നും വരില്ലെന്ന്. യുദ്ധം നടക്കുന്ന എല്ലാ സമൂഹത്തിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ നാട്ടിൽ യുദ്ധം ഒരിക്കലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൾക്കാർക്ക് ഈ പറയുന്നത് ഇത് ഒരു പക്ഷേ ഒരു പ്രചോദനമായിട്ട് ഭാവിയിലേക്കുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കോ ഇല്ലെങ്കിൽ ഒരു ജനാധിപത്യപരമായ പ്രക്രിയയിലേക്കോ സാർത്ഥകമായ ജനാധിപത്യം ഉണ്ടാക്കാനോ ഒക്കെ ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടാവും. 2023 നവംബർ മുതൽ 3 തവണകളായി 200-ലധികം ദിവസമാണ് ഡോക്ടർ സന്തോഷ് കുമാർ ഗസയിൽ സേവനം ചെയ്തത്. ഇപ്പോഴും ഗസയിലെ സ്ഥിതി അതിദയനീയമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ ചിത്രങ്ങൾ. അങ്ങ് തുടച്ചു മാറ്റപ്പെടുമെന്നുള്ളതാണ്. ഒരു 10 വർഷമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അൺഇൻഹാബിറ്റബിൾ ആയിട്ട് മാറും. ഗവൺമെൻറ് ആശുപത്രിയിൽ 2 ഹോസ്പിറ്റൽ മാത്രമേ ബാക്കി ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അൽ-അക്സ ആശുപത്രിയും നാസർ ആശുപത്രി മാത്രമേ ബാക്കി ഫങ്ഷണലായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫീൽഡ് ഹോസ്പിറ്റൽസാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആശുപത്രികളും ഇല്ല. ബാക്കി ഈ പറഞ്ഞ ഈ പരിക്കേറ്റവർക്ക് ചികിത്സിക്കാൻ വേണ്ടി സംവിധാനവും ഇല്ല. അവരൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ മാസം 22 വരെയാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. മീഡിയ 1 കോഴിക്കോട്.